ഞാൻ 5 പാട്ട് പാടിയിട്ടുണ്ട് പ്രേമത്തിൽ, 7 പാട്ട് എഴുതി. ആലുവ പുഴയുടെ തീരത്ത് നിങ്ങളാണ് എഴുതിയെന്നുള്ളത് പലർക്കും അറിയില്ല സത്യം പറഞ്ഞേ. ആലുവ പുഴയുടെ തീരത്ത് മലയാളികൾക്ക് അറിഞ്ഞൂടാന്ന് പറയുന്ന ഒരു സങ്കടം ഉണ്ട് കേട്ടോ. നിങ്ങൾ ആക്ടർ ആയതിന്റെ ചില പ്രശ്നങ്ങൾ വളരെ ന്യൂനപക്ഷം. മറ്റേ പിസ്ത സോങ് ഒക്കെ എല്ലാവർക്കും അറിയാം. അയ്യോ കേട്ടേണ്ട പൊള്ളി, ഒരു രക്ഷയില്ല പിസ്ത. ഡബിൾ ബാരലില് മറ്റേ കടുക് വറുത്തൊരു സാധനം. ഇത് മാത്രം റീല് കട്ട് ചെയ്ത് കുറെ ഓടിക്കണം കേട്ടോ. ഞാൻ കല്യാണം കഴിക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അശ്വിനി എന്നാണ് പറയുന്നത്. അശ്വിനി ആർട്ട് ഡയറക്ടറാണ് ആവേശത്തിന്റെ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു പ്രൊമോഷൻ അശ്വിനി. അപ്പോ സെക്കൻഡ് വിസയ്ക്ക് വേണ്ടി കല്യാണം കഴിച്ചിട്ട് ഇടി കിട്ടാതിരിക്കാൻ. ഈ മീശ എന്താ ഇങ്ങനെ മൈത്രേൻ പഠിക്കുക? ഹൽക്കോകനായിരുന്നു ശരിക്കും മനസ്സിലുണ്ടായിരുന്നു. റാംചിറ പോലെ ആയോന്ന് എനിക്ക് സംശയമുണ്ട്. എന്നെ ഒരു പട്ടിക്കും മനസ്സിലാവുന്നില്ല. അവരെന്നോട് പറയാ മോളെന്താ ഇങ്ങനെ ഇരിക്കണത്, എന്താ മുടിയൊക്കെ ഇങ്ങനെ ചപ്രാച്ചിരിക്കണ സീതായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ പൊട്ട് വെക്കാത്തത്. അപ്പൊ അവരാലോചിക്കുന്നത് ഈ പെണ്ണെന്തിന് ഈ അനാഥയുടെ കൂടെ നടക്കുന്നേന്നുള്ള. ഇച്ചിരി ആക്രാന്തം കണ്ണിലുണ്ട്, പക്ഷെ മുഖത്തൊന്നും കാണിക്കുന്നില്ല. ഇവന്റെ കൊതിയായിരുന്നല്ലോ അതെ. കട്ടെടുക്കാന്നുള്ളത്. ഇവന്റെ അടുത്തുനിന്ന് ഇവളെ കട്ടെടുക്കുക എന്നുള്ളതാണ് എന്റെ കൊതി. ബിരിയാണി കഴിക്കുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് ഉള്ളത്. എന്താ അടുത്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല, പക്ഷെ ഈ മനുഷ്യന്റെ മുഖത്ത് അടുത്തൊരു പ്ലാൻ ഉള്ളത് പോലെ. രണ്ടാമത് ഞാൻ വിചാരിച്ചതിൽ ഈ പെണ്ണിനെ വിറ്റതിന്റെ ഒരു റിഗ്രറ്റ് ഉണ്ടോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മളിന്ന് സിനിമ ചർച്ച ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും പരമപുച്ഛ. എടേ വല്ല പണിയെടുത്ത് ജീവിക്കാനുള്ള പരിപാടി നോക്കണേ. അതുകൊണ്ട് ഫസ്റ്റ് പോസ്റ്റർ, നേരത്തെ പോസ്റ്റർ നമ്മൾ അവിടെ വിട്ടു. ഉന്മാദിയായ ഈ സിനിമ കണ്ടിട്ട് കുറെ ചോദ്യങ്ങൾ. സ്വാസിക എന്ന ഉന്മാദിയെ കാണാൻ നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റും.